LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കോട്ടയം ഡിവിഷൻ സമ്മേളനം കായംകുളത്ത് നടത്തി. 4 ജില്ലകളിലെ 18 ബ്രാഞ്ചുകളിൽ നിന്നുമായി 250 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കോട്ടയം ഡിവിഷൻ സമ്മേളനമാണ് കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ ശോശാമ പൊടിയൻ രക്തസാക്ഷി പ്രമേയവും VT മധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ PG ദിലീപ് സംഘടനാ റിപ്പോർട്ടും CK ലതീഷ് പ്രവർത്തന റിപ്പോർട്ടും S ബീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. V ജോയ്ക്കുട്ടി, രാജു അച്യുതൻ, സാലി മോഹനൻ, VV ഉദയകുമാർ, സോണി ജോർജ് എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് S സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. GS ഉണ്ണി സ്വാഗതം പറഞ്ഞു. S ലില്ലിക്കുട്ടി, CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ, MK മോഹനൻ, സംസ്ഥാന സെക്രട്ടറി PN സുധാകരൻ, S ലില്ലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമാന്തരങ്ങൾ സർവേ നടത്തുമ്പോൾ 96% ആൾക്കാരും തിരിച്ചറിഞ്ഞത് LICയുടെ എംബ്ലമാണ്. അശോക ചക്രം തിരിച്ചറിഞ്ഞ വെറും 4% ആൾക്കാരാണ്. അവിടെ നിന്നാണ് LICയെ പ്രൈവറ്റ് ചെയ്യണമെന്ന ആഗോള മുതലാളിത്തത്തിന്റെ ധാരണ മുന്നിലേക്ക് വരുന്നത്. 90 സർവേ നടക്കുന്നത് 93 LICയെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം നിരവധി റിപ്പോർട്ടുകൾ, ബോൾസ് ആൻഡ് ഹണ്ടർ റിപ്പോർട്ട് ഉൾപ്പെടെ നിരവധി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം എന്താ 1999 ഇൻഷുറൻസ് റെഗുലേറ്ററിയാണ് രൂപീകരിക്കുന്നത്. 2000 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കുന്നു. 2000 അതോറിറ്റി വരെയുള്ളൂ, ഇന്ത്യ ഇല്ല. 2006 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? ഈ ഇൻഷുറൻസ് മേഖലയെ റെഗുലേറ്റ് ചെയ്യുക എന്നാണ്, അല്ലാതെ ഇവിടെ കടന്നു കയറുക എന്നുള്ളതല്ല. 4 ജില്ലകളിലെ 18 ബ്രാഞ്ചുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 250 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.